കേരളത്തിലെ 9 ജില്ലകളിലായിട്ട് 26 കേന്ദ്രങ്ങളിൽ 64,000-ലധികം പേഷ്യൻസിന് പരിചരണം കൊടുത്തുകൊണ്ടിരിക്കുന്ന 20 വർഷമായി പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ആൽഫയുടെ പ്രവർത്തന ആരംഭകാലം മുതൽ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള പ്രചാരണം ലക്ഷ്യമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ ഒപ്പം നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഉള്ള പരിപാടികൾ നിരന്തരമായി നടത്താറുണ്ട്. വേൾഡ് ഹോസ്പിസ് ആൻഡ് പാലിയേറ്റീവ് കെയർ ഡേ ഒക്ടോബറിലെ 2nd സാറ്റർഡേ ആണ് ലോകമെങ്ങും ആചരിച്ചു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ വർഷങ്ങളിലും വിദ്യാർത്ഥികളുടേതായിട്ടുള്ള വാക്കത്തോണുകൾ കൂട്ട നടത്തം ജില്ലാ കേന്ദ്രങ്ങളിൽ ആൽഫ സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം വളരെ പ്രാധാന്യമുള്ള ഒരു വർഷമായിട്ട് ഞങ്ങൾ കരുതുന്നു. കാരണം ഒരു കമ്പാഷനേറ്റ് യൂത്ത് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം ഈ വർഷം വാക്കത്തോണോടുകൂടി ആരംഭിക്കുകയാണ്. 1,00,000 വിദ്യാർത്ഥികളെ കമ്പാഷനാറ്റ് ആക്കിക്കൊണ്ട് രോഗങ്ങളും ദുരിതങ്ങളുമായിട്ട് കിടക്കുന്ന പ്രായമായി കിടപ്പിലായി പോകുന്ന ആളുകളെ എങ്ങനെ പരിചരിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് അത്തരം ആളുകളെ പരിചരിക്കാനായിട്ടുള്ളൊരു പരിശീലനം നൽകിക്കൊണ്ട് ഒരു യുവസേന ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ പത്രസമ്മേളനം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത് പങ്കെടുക്കുന്നത് ആൽഫയുടെ ചെയർമാൻ ശ്രീ KM നൗഫി, അതുപോലെ പാലിയം ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ പാലിയേറ്റീവ് കെയറിന്റെ ആരംഭം മുതലുള്ള അല്ലെങ്കിൽ അതിനെ തുടക്കം കുറിച്ച ഡോക്ടർ രാജഗോപാൽ സാർ നേതൃത്വം കൊടുക്കുന്ന പാലിയം ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ശ്രീ GS മനോജ്, അതുപോലെ തന്നെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ CEO ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ടുള്ള അതുപോലെ ഡോക്ടർ രേവതി, ആൽഫ നെടുമങ്ങാട് ലിങ്ക് സെന്ററിന്റെ പ്രസിഡന്റ് ഡോക്ടർ ശ്രീ സുരേഷ് കുമാർ, അതുപോലെ തന്നെ അതിന്റെ മുഖ്യ പ്രവർത്തക ലഫ്റ്റനന്റ് കേണൽ ലീലാമ എന്നിവരാണ് ഈ വേദിയിലുള്ളത്. നിങ്ങൾ എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഈ ഞങ്ങൾ ആർട്ടിക്കിലേക്ക് സ്വാഗതം. 12,600-ലേറെ ആളുകൾക്ക് സാന്ത്വന പരിചരണം നൽകിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് ആൽഫ പാലിയേറ്റീവ് കെയർ. 64 ടീം ഡോക്ടർമാർ, പാലിയേറ്റീവ് മെഡിസിനിൽ പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുള്ള ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങിയ 64 ടീം ഓരോ ദിവസവും ഞായറാഴ്ച ഒഴികെ, ഞായറാഴ്ച നീഡ് ബേസ്ഡ് ആണ്, ഞായറാഴ്ച ഉണ്ട്, പക്ഷെ അത് റെഗുലർ ഹോം കെയർ ആയിരിക്കില്ല. ഇങ്ങനെ ഓരോ ടീമും ഓരോ ദിവസവും ശരാശരി 15 കുടുംബങ്ങളിൽ വീടുകളിൽ പോയി ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർമാർ ചികിത്സിച്ച് ഫലമില്ലാതെ പറഞ്ഞ ആളുകൾക്ക് ശിഷ്ടകാലം കഴിയേണ്ടത് വേറൊരു ആശുപത്രിയിലല്ല, സ്വന്തം വീടുകളിലാണ്. എന്ന് തന്നെയല്ല, ഇതുവരെയുള്ള ചികിത്സയ്ക്ക് ഉണ്ടായിട്ടുള്ള വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിട്ടുള്ളതിൽ വീണ്ടും അതിൽ വർധനവുണ്ടാക്കാത്ത രീതിയിൽ എല്ലാ സേവനവും സൗജന്യമായി നൽകിക്കൊണ്ട് ജാതി, മതം, കക്ഷിരാഷ്ട്രീയം, സാമ്പത്തികമായി ഉയർന്നവൻ താഴ്ന്നവൻ ഉള്ള ഒരു വ്യത്യാസമില്ലാതെ ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എല്ലാ മനുഷ്യരും എന്നുള്ള കാഴ്ചപ്പാടിൽ അവർ പരിചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചെയ്യുന്നത്. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആൽഫയുടെ കൂടെ ഇത്തവണ നമ്മൾ പാർട്ണർ ഓർഗനൈസേഷൻസ് ആയിട്ട് ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ഓർഗനൈസേഷൻ കൂടി ക്ഷണിച്ചിട്ടുണ്ട്. ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർക്കുന്ന ഡോക്ടർ രാജഗോപാൽ നേതൃത്വം നൽകുന്ന പാലിയം ഇന്ത്യയാണ്. പാലിയം ഇന്ത്യയുടെ CEO ശ്രീ മനോജ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ പാലിയം ഇന്ത്യ പ്രധാനമായിട്ടും ട്രെയിനിങ് ആൻഡ് അഡ്വക്കസി. ആ ഒരു രംഗം വളരെ പ്രധാനമാണ്. ഇപ്പോൾ ആൽഫ ആണെങ്കിൽ ഡെലിവറിയിലാണ് പ്രധാനമായിട്ടും. അപ്പോൾ പാലിയം ഇന്ത്യ നൽകുന്ന സേവനങ്ങൾ, ട്രെയിനിങ് എല്ലാം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ തന്നെ ഒരു വിധത്തിലെല്ലാം അത് പ്രയോജനപ്പെടുത്താൻ ആൽഫയ്ക്ക് സാധിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് കേരളത്തിന് അനാവശ്യമായി വേദനയും വിഷമവും അനുഭവിക്കാത്ത ആളുകളുടെ നാടാക്കി മാറ്റണം എന്നാണ് ഉദ്ദേശം. ഇന്നത്തെ ദിവസം 26 സെന്ററുകൾ ഉണ്ടെങ്കിൽ അത് 9 ജില്ലകളിൽ മാത്രമാണ്. പല ജില്ലകളിലും തിരുവനന്തപുരത്താണെങ്കിൽ നെടുമങ്ങാട് ശ്രീ സുരേഷ് നേതൃത്വം നൽകുന്ന
നെടുമങ്ങാടിന്റെ ഒരു സെന്റർ മാത്രമേ ജില്ലയിലുള്ളൂ. ജില്ലയിൽ ഒരു ലിങ്ക് സെന്റർ മാത്രമേ ഉണ്ടായതുകൊണ്ട് ജില്ലയിലുള്ള എല്ലാവർക്കും സാന്ത്വനഭോജനം എത്തിക്കാൻ സാധ്യമല്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു 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 8-9 സെന്ററുകളിൽ ഉണ്ടാവണം, ഒരു ഹോസ്പീസ് ഉണ്ടാകണം. എത്ര നല്ല ഹോം കെയർ നൽകിയാലും ലങ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വന്ന് ഒരു വിധത്തിലും വീട്ടിലെ ഹോം കെയർ കൊണ്ട് സ്പെസിഫൈ ചെയ്യാൻ പറ്റാത്ത, മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് അവര് ശ്വാസം കിട്ടാതെ കിടന്ന് പടയുമ്പോൾ അടുത്ത ആശുപത്രിയിൽ ICUലായി പോകുന്നത് സ്വാഭാവികമാണ്. അത് ഒഴിവാക്കണമെങ്കിൽ സ്വന്തം വീടുകളിൽ കഴിയാൻ പറ്റുന്നില്ല, ICUവിൽ പോകുന്നത് ഒഴിവാക്കി വേണം എന്നുണ്ടെങ്കിൽ ഹോസ്പീസുകൾ ഉണ്ടാവുക. അവിടുത്തെ സൗകര്യങ്ങളെല്ലാം, ഈ ICUവിലുള്ള സൗകര്യങ്ങളെല്ലാം ഒരുപക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ എടുക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ പേഷ്യന്റിനും കുടുംബത്തിനും ഒരു ധൈര്യം ഉണ്ടാവില്ല അത് കൊണ്ടുവരാനായിട്ട്. ഉപയോഗിക്കേണ്ട ആവശ്യം വരുമില്ല എന്നുള്ള കാര്യം വേറെ കാര്യം. ആ സൗകര്യങ്ങളുള്ള ഹോസ്പീസ്. അപ്പോൾ അതിനകത്ത് പ്രൈവറ്റ് മുറികളാണ് നമ്മുടെ ഹോസ്പീസിൽ. തൃശ്ശൂർ നമ്മളൊരു 1,21,000 സ്ക്വയർ ഫീറ്റുള്ള പുതിയ ഹോസ്പീസ് പണിതുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ഹോസ്പീസ് ഉണ്ട്, ചെറുതാണത്, ആവശ്യങ്ങൾക്ക് മതിയാവുന്നില്ല. അപ്പോൾ അവിടെ ഹോസ്പീസ് ഉണ്ടാവുകയാണെങ്കിൽ പ്രൈവറ്റ് മുറികളാണ്, മുറികളിൽ ഫാമിലിക്ക് കൂടെ താമസിക്കാം. എന്നല്ല പാലിയേറ്റീവ് മെഡിസിനിൽ മിക്കവാറും സമയമൊന്നും നമ്മൾ ബോധം കെടുത്തുന്നില്ല പേഷ്യൻസിനെ. അപ്പോൾ ബോധത്തോടു കൂടി ഇരിക്കാം. ബോധത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ ഫീഡിങ്ങിന് വേണ്ടി റൈറ്റ്സ് ട്യൂബും മുക്കിലുള്ള ട്യൂബിന്റെ ആവശ്യം വരില്ല. അങ്ങനെയുള്ള ട്യൂബ് ഇട്ട് കിടക്കുമ്പോൾ ശ്വാസതടസ്സം ഉണ്ടാകുമ്പോൾ ശ്വാസം കഴിക്കാൻ വേണ്ടി ട്രക്യോസ്റ്റമിയുടെ കഴുത്തിൽ തുറച്ചുള്ള ട്രക്യോസ്റ്റമിയുടെ ആവശ്യം വരില്ല, യൂറിൻ ട്യൂബിന്റെ ആവശ്യം വരില്ല. അപ്പോൾ ഒരു സാധാരണ ജീവിതം അവസാനം വരാൻ സാധിക്കും. ഹോർമോൺ കുടിക്കാൻ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം, ട്യൂബിലുള്ള ഭക്ഷണമുള്ള രുചിയുള്ള ആഹാരം കഴിക്കാം, എന്താ ആഹാരം ഇഷ്ടമാണെന്ന് കഴിക്കാം, പ്രാർത്ഥനകളിൽ പങ്കെടുക്കാം, എല്ലാവരും കാണാം. അപ്പൊ അതേപോലെയുള്ള ഒരു ഒരു എൻഡ് ഓഫ് ലൈഫ് സാധ്യമാകണമെങ്കിൽ ഹോസ്പീസ് ഉണ്ടാവണം. തിരുവനന്തപുരം ജില്ലയിലും ഹോസ്പീസ് ഉണ്ടാവണം, എല്ലാ ജില്ലയിലും ഒരു ഹോസ്പീസ് ഉണ്ടാകണം. അതേപോലെ തന്നെ ഓരോ ജില്ലയിലുള്ള എല്ലാവർക്കും ഈ ആവശ്യം വരുന്ന എല്ലാവർക്കും അവരവരുടെ വീടുകളിലേക്ക് ഈ സേവനം പൂർണ്ണമായ രീതിയിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിൻഡ് നഴ്സസും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും നല്ല മനസ്സുള്ളവരെ ഈ രംഗത്ത് വരുള്ളൂ. എൻ്റെ പേരിൽ നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കാനും പേഷ്യൻറ്റും ഫാമിലിക്കും വേണ്ട രീതിയിലുള്ള ആദരവ് കൊടുക്കാനും നമുക്ക് സാധിക്കുന്ന രീതിയിലേക്ക് പൂർണ്ണമാകണമെങ്കിൽ യുവാക്കൾ രംഗത്ത് വരണം. യുവാക്കളുടെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ ഒരു സാമൂഹ്യ മാറ്റവും ആ രീതിയിലുള്ള ഒരു വലിയ ഒരു മാറ്റങ്ങൾക്ക് ഒരിക്കലും അത് വിജയിച്ചിട്ടില്ല യുവാക്കളില്ലാതെ. ഈ രംഗത്തും യുവാക്കളുടെ ആവശ്യം വളരെയധികമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വർഷവും ഇതേപോലുള്ള വാക്കത്തോൺസ് മറ്റൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് യുവാക്കളെ ബോധവാന്മാരാക്കുകയും ഓരോ സ്കൂളിലും കോളേജിലും 50 പേര് വീതം ശരാശരി 50 പേരുള്ള ക്ലബുകൾ ഉണ്ടാക്കിക്കൊണ്ട് ക്ലബുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ ക്ലബ് അംഗങ്ങൾക്ക് 30 മണിക്കൂറിന്റെ ട്രെയിനിങ് കൊടുക്കുക. എങ്ങനെയാണ് ഒരാളുടെ BP നോക്കുന്നത്, എങ്ങനെയാണ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത്, അതേപോലുള്ള കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പേഷ്യന്റിനോട് ഒരു ആക്റ്റീവ് ലിസണിങ് എങ്ങനെയാണ് കേൾക്കാനായിട്ട്. ആ വീട്ടിൽ ആരുമില്ല, നമുക്ക് ഇന്ന് കേൾക്കാം. പറയുന്നത് പലതും എഴുതി ചിലപ്പോൾ കിടക്കുന്ന മുമ്പ് ജില്ലാ കളക്ടറേറ്റിൽ ആളായിരിക്കും, ചിലപ്പോൾ എഴുതിയെടുക്കണം, പലതും പ്രസിദ്ധീകരിക്കണം. അതേപോലെ കുറെ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരാൾ ഫീഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ശ്വാസതടസ്സം ഇല്ലാത്ത രീതിയിൽ ഫീഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരാളെ കുളിപ്പിക്കുന്നത്, എങ്ങനെയാണ് ബെഡ് സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പഠിപ്പിക്കാം. അപ്പൊ അങ്ങനെയുള്ള 1,00,000 യുവാക്കളെ 2030 കൂടി സൃഷ്ടിക്കുക എന്നാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. കുട്ടികൾക്ക് താല്പര്യമാണ്. ട്രെയിനിങ് കൊടുക്കാനായിട്ട് 26 ലിങ്ക് സെന്ററുകൾ ഇപ്പോൾ കേരളത്തിൽ ഉണ്ട്. അടുത്ത വർഷത്തോടു കൂടിയിട്ട് അത് 1 ഇരട്ടിക്കും. അതിനായിക്കൊണ്ട് 5 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും എന്ന് പറയുന്ന പോലെ ഒരു 100-ലേറെ ലിങ്ക് സെന്ററുകൾ ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ ജില്ലയിലും ഇങ്ങനെ ഹോസ്പിറ്റൽ ഉണ്ടാക്കിക്കൊണ്ട് യുവാക്കളെ ഇതിൻ്റെ അകത്ത് മുൻനിരയിൽ കൊണ്ടുവന്നുകൊണ്ട് ശനിയാഴ്ചകളിൽ അവർ ഹോം കെയറിന് അവരെ കൊണ്ടുപോയിക്കൊണ്ട് ആ ഒരു ലക്ഷ്യം കൂടി വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ വാക്കത്തോണുള്ളത്. ജനങ്ങളുടെ പരിപൂർണമായ ഉടമസ്ഥതയിലാണ് ഇതെല്ലാം നടക്കുന്നത്. കഴിഞ്ഞ വർഷം 2024 ഫെബ്രുവരി മാസം 12-ാം തീയതി നെടുമങ്ങാട് ഞാനും സുരേഷൊക്കെ വരുമ്പോൾ നെടുമങ്ങാടുള്ള ഒരാളെ പോലും ഞങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നില്ല, പക്ഷെ അവിടെ ആളുകളോട് സംസാരിച്ച് നമ്മൾ പറയുന്നത്
ഒരാൾ വേറൊരാൾ സഹായിക്കുന്നത് നിങ്ങൾ കടമ നിർവഹണം മാത്രമാണ്, ചാരിറ്റി അല്ല. നിങ്ങൾ കടമയാണ്, നിങ്ങൾ ചെയ്യണം. നിങ്ങൾ നെടുമങ്ങാട് വേദനയും വിഷമം അനുഭവിക്കുന്ന ആളുകളെ നോക്കേണ്ടത് നെടുമങ്ങാട്ടുകാരാണ്, അല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ കൊല്ലത്തൊന്നും കൊട്ടാരക്കരത്തും എന്നുള്ള ആളല്ല നോക്കേണ്ടത്. ജാതി മതം കക്ഷി രാഷ്ട്രീയം നോക്കരുത് എന്ന് പറയുമ്പോൾ അത് കേൾക്കാനും അത് അതനുസരിച്ച് പ്രവർത്തിക്കാനും. എന്നിട്ട് കഴിഞ്ഞ കൊല്ലം ഡിസംബർ 12-ാം തീയതി അവിടെ ആദ്യത്തെ ലിങ്ക് സെന്റർ, തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ലിങ്ക് സെന്റർ സ്ഥാപിക്കപ്പെടുകയും സുരേഷ് അതിന്റെ പ്രസിഡന്റായി വരികയും, അത് നാട്ടുകാരാണ് നടത്തുന്നത്. ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്ന പോലെ അല്ല ഇത്. ഒരു ബാങ്കിന്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ സ്ഥലം വാടക എടുത്തിട്ട് കെട്ടിടങ്ങളും കാര്യങ്ങളും ചെയ്താൽ മതി, അങ്ങനെയല്ല ചെയ്യുന്നത്. നാട്ടുകാരുടെ ഉടമസ്ഥതയിലാണ്, നാട്ടിലുള്ള ആളുകളുടെ ഉടമസ്ഥതയിൽ. ആ രീതിയിൽ പ്രവർത്തിക്കാൻ പോകുന്നത് അതിനകത്ത് യുവാക്കളെ കൂടി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയിട്ടാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ആണെങ്കിൽ അത് നമുക്ക് വേണ്ടിയാണ്, വേറെ ആൾക്ക് വേണ്ടിയല്ല. നമ്മളുടെ അന്ത്യകാല ജീവിതം അത് ഒരുവിധം സുഖകരമായി വരണമെങ്കിൽ നമ്മൾ വീണ്ടും കുടുംബത്തിനെ കടബാധ്യതയിലാക്കി നമ്മൾ നാട് വിട്ട് ഈ ലോകം വിട്ടു പോകേണ്ട അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് പാലിയേറ്റീവ് സംഘടന സേവനം തീർച്ചയായും ഉണ്ടായേ മതിയാവുള്ളൂ. വേറെ ആൾക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. അതിൻ്റെ പേരിൽ നമ്മൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾ ഏക മനസ്സോട് കൂടിയിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇതിന് ഫണ്ട്സ് എവിടെ നിന്ന് വരും? നമ്മൾ ഓരോരുത്തരുമാണ്. 100 രൂപ മാസം തരുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. 100 രൂപ ആർക്കും തരാൻ കഴിയും. വേണമെന്ന് വിചാരിച്ച് മാസത്തിലാണ്, ദിവസം 100 രൂപയല്ല, മാസം 100 രൂപ തരാനായിട്ടുള്ള അതൊരു ECS വഴിക്ക് എഴുതി ഒരു കടലാസ് ഒപ്പിട്ട് കൊടുത്താൽ, ബാങ്കിൽ കൊടുത്താൽ ഒരു ബാങ്കിന്റെ ഫീസ് വാങ്ങാതെ അത് 100 രൂപ പൂർണ്ണമായി നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അത് പിരിക്കാൻ പോകേണ്ട ആവശ്യമില്ല, ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാം ട്രാൻസ്പാരന്റ് ആണ്, ബാങ്കിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമുക്ക് എന്തെല്ലാം രീതിയിൽ ദൈവം പല കഴിവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ കഴിവുകളിൽ എന്തെല്ലാം മറ്റ് സഹജീവികൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ആ കഴിവുകൾ ഉപയോഗിക്കാൻ നമ്മൾ വേണ്ടത്. അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാക്കത്തോൺ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് നടത്തുന്നത് 3-ാം തീയതിയാണ്. 3-ാം തീയതി കനകക്കുന്നിൽ നിന്നാണ് ആരംഭിക്കുന്നത് വാക്കത്തോൺ. വാക്കത്തോൺ എന്ന് പറഞ്ഞാൽ കണ്ട വാക്കത്തോൺ ഈ കമ്പാഷനേറ്റ് യൂത്ത് ഇനീഷ്യേറ്റീവിന്റെ ഉദ്ഘാടനം കൂടിയാണ്. നിർവഹിക്കുന്നത് നമ്മളുടെ മന്ത്രി ശ്രീ സജി ചെറിയാൻ ആണ്. അപ്പോൾ അതേപോലെ തന്നെ ശേഷം വാക്കത്തോണിന് ശേഷം ഒരു ചെറിയൊരു കൺവെൻഷൻ നടത്തുന്നുണ്ട്. നമ്മൾ കൺവെൻഷനുള്ളത് അത് ശ്രീകൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അത് ശ്രീ ഗോപിനാഥ് മുതുകാട് അവിടെ സംസാരിക്കും. ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക് ഓർഗനൈസേഷൻ ആൽഫബാലിറ്റി കെയറിൻ്റെ പാർട്ണർ ഓർഗനൈസേഷനാണ്. അപ്പോൾ അദ്ദേഹം സംസാരിക്കും. അതിലേക്ക് എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എല്ലാവരും വരണം. താങ്ക് യു. വാക്കത്തോൺ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നുള്ളൂ. അത് തൊട്ടടുത്ത ദിവസം 6-ാം തീയതി കൊല്ലം, 7-ാം തീയതി പത്തനംതിട്ട, 8-ാം തീയതി കോട്ടയം, 9 എറണാകുളം, 10 ആലപ്പുഴ, പിന്നെ 13-ന് വയനാട് കൽപ്പറ്റ, 14 കാസർഗോഡ്, 15-ന് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ തെക്കൻകാട് മൈതാനിൽ വെച്ചിട്ട് വലിയ തോതിലുള്ള ജനപങ്കാളിത്തത്തോടെ അത് സമാപിക്കും. ഇങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. 9 ജില്ലകളിലായിട്ടാണ് അത് നടക്കുന്നത്. കഴിഞ്ഞ 22 വർഷമായിട്ട് തിരുവനന്തപുരം ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാലിയേറ്റീവ് സംഘടനയാണ് പാലിയം ഇന്ത്യ. ഡോക്ടർ MR രാജഗോപാൽ ആണ് ഇതിന്റെ നേതൃത്വം നൽകുന്നത്. എല്ലാ വർഷവും ഒക്ടോബർ 2-ാമത്തെ ശനിയാഴ്ചയാണ് വേൾഡ് ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ ദിനമായിട്ട് ലോകമെല്ലായിടത്തും ആചരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് അതിന്റെ ഒരു തീം തന്നെ നമ്മുടെ അവസരായ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്നു, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പോലെയാണ്. നമുക്കറിയാം നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ സാന്ത്വന പരിചരണം പാലിയേറ്റീവ് കെയറിന്റെ നീഡ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടിക്കൊണ്ടിരിക്കുന്നു. പുതിയ തലമുറകളെല്ലാം പുറത്തേക്ക് പോയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. എൽഡർലി പോപ്പുലേഷൻസ് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെ അവസ്ഥ, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ആവശ്യകത ഓരോ ദിവസങ്ങളും കൂടിക്കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരുപാട് സംഘടനകൾ ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് വേണ്ട രീതിയിൽ സാന്ത്വന പരിചരണം എല്ലാവരിലും എത്തിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ അത് ഫിസിക്കൽ മാത്രമല്ല, സോഷ്യൽ, സൈക്കോളജിക്കൽ, സ്പിരിച്വൽ ആയിട്ടുള്ള ടോട്ടൽ കെയർ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്കോ ചെയ്യുന്നതിനുപരിയായിട്ട്
നമുക്ക് ഒരുപാട് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ വോളണ്ടിയേഴ്സിന് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് പാലിയേറ്റീവ് കെയർ മൂവ്മെന്റ് തുടക്കം മുതൽ തന്നെ നമ്മുടെ യൂത്തിനെ ഇതിനകത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രചരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ആൽഫയുടെ നേതൃത്വത്തിൽ ഓൾ കേരള ലെവലിൽ വലിയൊരു മൂവ്മെന്റ് ആണ് തുടങ്ങി വയ്ക്കുന്നത്. ഇനിഷ്യേറ്റീവ് ഈ ഒക്ടോബർ 11 നമ്മൾ വേൾഡ് പാലിയേറ്റീവ് കെയർ ഡേ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ഒക്ടോബർ 3 തിരുവനന്തപുരത്ത് തുടങ്ങുന്നു. ഇതിൽ പാലിയമിന്റെയും ഹെൽപ്പ് ഇൻ ഹാൻഡ്സും ഒക്കെ പങ്കാളിത്തോടു കൂടിയാണ് ചെയ്യുന്നത്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ കേരളം കംപ്ലീറ്റ് ഒരു യൂത്തിനെ മൊബിലൈസ് ചെയ്യുക, പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ട് അവരെ സന്നദ്ധരാക്കുക എന്ന് പറയുമ്പോൾ അവർ ജസ്റ്റ് വന്നാൽ മാത്രം പോരാ. കാര്യം നമുക്ക് ഓരോ രോഗികളുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്നുള്ള രീതിയിൽ അവരെ പ്രാപ്തമാക്കണമെങ്കിൽ അതിന് വേണ്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം, അതിന് സാർ പറഞ്ഞ ഒരു 30 മണിക്കൂറിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ലെവൽ 1 ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഓരോ രോഗികളിൽ എങ്ങനെ പരിചരിക്കണം, എന്ത് രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ അവരെ ട്രെയിൻ ചെയ്ത് മാറ്റേണ്ട ആവശ്യമുണ്ട്. അപ്പൊ പാലിയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സർവീസ് ഡെലിവറിയേക്കാൾ ഉപരിയായിട്ട് നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് ട്രെയിനിങ്, ഈ പോളിസി അഡ്വക്കസിയിലാണ് വരുന്നത്. പാലിയം ഇന്ത്യ എന്ന് പറയുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു കൊളാബറേറ്റിംഗ് സെന്റർ ആണ്. നമ്മൾ തിരുവനന്തപുരത്ത് മാത്രമാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പരിചരണമായിട്ടുള്ളത്. നമുക്ക് തിരുവനന്തപുരത്ത് 10 ലിങ്ക് സെന്ററോളം ബന്ധപ്പെട്ടുണ്ട്. ഒരു 34 കിലോമീറ്റർ ഏരിയയിൽ മിക്കവാറും ഒരു 35 പഞ്ചായത്തുകളും അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ ഉള്ള എല്ലാ സ്ഥലത്തും പാലിയേറ്റീവ് കെയർ എത്തിക്കുന്ന രീതിയിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും നമുക്ക് എത്തിപ്പെടുന്നതിന് വളരെ പരിമിതികളുണ്ട്. നമുക്കറിയാം, കേരളത്തിലാണ് ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ പോളിസി തന്നെ വന്നത്. 2007 ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം പാലിയേറ്റീവ് കെയർ പോളിസി വരുന്നു. അത് കാരണം എല്ലാ പഞ്ചായത്തിലും ട്രെയിൻഡ് ആയിട്ട് ഒരു നഴ്സുണ്ട്. അത് കാരണം ഒരുപാട് പേഷ്യൻസിന് വീട്ടിൽ, അത് ഹോം ബേസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് കംപ്ലീറ്റ് വീട്ടിൽ പരിചരണം നടത്താൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷെ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നമ്മൾ 70%-ലധികം രോഗികൾക്ക് പരിചരണം എത്താൻ സാധ്യതയുള്ള സ്ഥലത്ത് കേരളത്തിലാണ് പാലിയേറ്റീവ് കെയർ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 93-ൽ. ഇന്ന് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ആകെ 4% ആൾക്കാർക്ക് മാത്രമാണ് പാലിയേറ്റീവ് കെയർ കിട്ടുന്നത് തന്നെ. അപ്പൊ അത്രത്തോളം വളരെ വലിയൊരു ഗ്യാപ്പാണുള്ളത്. പാലിയേറ്റീവ് മെയിനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാഷണൽ ലെവലിൽ കൂടുതൽ ആൾക്കാരെ ട്രെയിൻ ചെയ്യുക, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ ട്രെയിൻ ചെയ്യുക, കൂടുതൽ പാലിയേറ്റീവ് കെയർ സംഘടനകൾ വരിക, കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു കൊളാബറേഷൻ തന്നെയാണ്. ആൽഫയും പാലിയമിന്റെയും ഹെൽത്ത് ഇൻ ഹാൻഡ്സും എല്ലാം കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു മൂവ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്. പാലിയമിന്റെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് 12,000 ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് നമ്മൾ ട്രെയിൻ ചെയ്തു. നമ്മൾ ഈ വർഷം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് 2,000-ഓളം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇന്ത്യയിൽ കംപ്ലീറ്റ് ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കൂടുതൽ ആൾക്കാരെ ട്രെയിൻ കഴിഞ്ഞാൽ കൂടുതൽ പരിചരണം ലഭ്യമാകുന്ന രീതിയിൽ നമുക്ക് നടപ്പാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരെയും സഹകരണം വേണം. കാര്യം ഇത് നാളെ നമുക്കും ഒരു ആവശ്യമുള്ള ഒരു സേവനമാണ്. കാര്യം നമുക്കറിയാം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ സ്ട്രോക്ക് വരുന്നു, ഡിസബിലിറ്റി വരുന്നു, ഇല്ലെങ്കിൽ ഒരു ഡയബറ്റിക് ആയിട്ട് പ്രശ്നങ്ങൾ വരുന്നു, ക്രോണിക് കിഡ്നി ഡിസീസ് വരുന്നു. അങ്ങനെ ഒരുപാട് രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ ആർക്കും എന്ത് വേണമെങ്കിലും എപ്പോഴും വരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് നാളത്തേക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെക്കുന്ന ഒരു സംവിധാനമാണ് പാലിയേറ്റീവ് കെയർ. സ്വാഭാവികമായിട്ടും അതിൽ അടുത്ത ലെവലിൽ യൂത്തിന്റെ വലിയൊരു മൂവ്മെന്റ് വരേണ്ട ആവശ്യമുണ്ട്. അപ്പം ആ ഒരു പങ്കാളിത്തത്തിൽ നിങ്ങളും പങ്കാളിയാകണം മാത്രം ആഗ്രഹിച്ചു നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും നൂർദീൻ സാർ പറഞ്ഞതുപോലെ, മനോജ് സാർ പറഞ്ഞതുപോലെ, യൂത്തിനെ നമ്മൾ സോഷ്യലി റെസ്പോൺസിബിൾ ആക്കി മാറ്റുക എന്നുള്ളത് നമ്മൾ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു ദൗത്യമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് വരുന്നത് വളരെയധികം വ്യത്യാസം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹെൽപ്പിംഗ് ഹാൻഡ്സ് കഴിഞ്ഞ 13 വർഷമായിട്ടാണ് തിരുവനന്തപുരത്ത് ഫങ്ഷൻ ചെയ്യുന്നത്. കൂടുതലും ഇന്റലക്ച്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ വൊക്കേഷണൽ ട്രെയിൻ ചെയ്യുക, അവർക്ക് എംപ്ലോയബിലിറ്റി ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് മെഡിക്കൽ സർവീസസ് അവർ മെഡിക്കൽ ടീം രൂപീകരിക്കണം എന്നുള്ളത് തീരുമാനത്തിലെത്തിയത്. അപ്പോൾ അതിൻ്റെ മെഡിക്കൽ സർവീസസ് ആണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാരുടെ കുറവാണ് നമ്മൾ കൂടുതലും ഫേസ് ചെയ്യുന്ന ചാലഞ്ച്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു യൂത്തിനെ ഇതിൽ അവയർനെസ് ബോധവൽക്കരണം നടത്തി ഈ ഒരു ഇനിഷ്യേറ്റീവിലോട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ സർവീസസിനെ വലിയൊരു ഇമ്പാക്റ്റ് ആണ് കൊണ്ടുവരാൻ പോകുന്നത്. അതിൽ തീർച്ചയായിട്ടും മുൻപുള്ള സാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനോടൊപ്പം പറ്റുന്നത് പോലെ യോജിച്ചു പോകാനും തീർച്ചയായിട്ടും ഞങ്ങളും ഒത്തുചേരാൻ ആഗ്രഹിക്കുന്നു. നെടുമങ്ങാട് ലിംഗ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് ഡിസംബർ 12 2024. ഇപ്പോൾ തുടക്കത്തിൽ ഏകദേശം ഒരു 4 മാസത്തോളം എടുത്തു നമ്മൾ പരിപൂർണമായി അത് റണ്ണിങ് ലെവലിലേക്ക് എത്തുന്നതിന് വേണ്ടി. കാരണം തുടക്കക്കാരെന്നുള്ള രീതിയിലുള്ള കുറേ പരിചയക്കുറവ് നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏകദേശം 360ഓളം പേഷ്യൻറ്റിന് നെടുമങ്ങാട് താലൂക്കിൽ നമുക്ക് ചികിത്സ കൊടുക്കാൻ കഴിയുന്നുണ്ട്. അത് കിടപ്പ് രോഗികളെന്ന് മാത്രമല്ല, പകരം
ഈ ന്യൂറോ ഫിസിയോ ആവശ്യമുള്ള കുറേ പേർക്കും നമുക്ക് ചികിത്സ കൊടുക്കാൻ പറ്റും. ഏകദേശം 90ഓളം പേഷ്യൻ്റ് നമുക്ക് ഇപ്പോഴും നിലവിൽ ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. മറ്റ് പേഷ്യൻസ് കിടപ്പ് രോഗികളായിട്ടുള്ള ഏകദേശം നെടുമങ്ങാട് താലൂക്കിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഏരിയയിലും നമ്മൾ അത് കവർ ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ സ്ഥലങ്ങളിലേക്കും കൂടുതൽ ആൾക്കാരിലേക്കും ഇതിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ഉണ്ണി അശ്വതിയുടെ പോലുള്ള കുറേ വോളണ്ടിയേഴ്സ് ഇതിനകത്തുള്ള നല്ല പ്രവർത്തനങ്ങളെ കാഴ്ചവെക്കുന്നുണ്ട്. ഏകദേശം 22ഓളം വോളണ്ടിയേഴ്സിൻ്റെ നല്ല പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് വളരെ ഭംഗിയായിട്ട് നമുക്കിത് കൊണ്ടുപോകാൻ കഴിയുന്നു. ഇതുപോലെ തന്നെ ട്രിവാൻഡ്രം ജില്ലയിൽ മറ്റ് സ്ഥലങ്ങളിലും കൂടെ ലിംഗ സെന്ററുകൾ വരുന്നതിന് വേണ്ടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുവഴി വാക്കത്തോൺ പരിപാടിയുടെ ഭാഗമായിട്ട് ഏകദേശം 500ഓളം സ്റ്റുഡൻസിനെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായി തീർക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ആവശ്യമാണ്. ഇത് യുവത്വത്തിൻ്റെ ഈ മേഖലയിലേക്കുള്ള ഒരു വരവ് ആണ് ഈ സമൂഹത്തിന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നത്. അതിന് നിങ്ങൾ എല്ലാവരുടെയും ഓരോരുത്തരുടെയും സഹകരണം ആവശ്യമാണെന്ന് പറഞ്ഞു. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത് ചെറിയൊരു കടയാണ്. കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.